നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയാവുകയാണ്. ചുരുളി സിനിമ ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. എന്നാൽ ജോജു വന്ന് ഇപ്പോൾ ഒരു തുറന്ന പറച്ചിൽ നടത്തുകയാണ്. ജോജുവിന്റെ മകൾ സ്കൂളിൽ പോയപ്പോൾ ഈ ചുരുളിയുമായി ബന്ധപ്പെട്ട് തെറി കേട്ടിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമായിരുന്നോ എന്ന് ചോദിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ നിന്ന് അതിനുശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരി വന്ന് ഏതാണ്ട് വളരെ കുറഞ്ഞ സമയത്തിന് ജോജുവിന് 5,500,000 രൂപ കൊടുത്താണ് അഭിനയിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു വിവാദം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് പലപ്പോഴും പല സിനിമകളിലും അല്ലെങ്കിൽ പുരോഗമനമെന്ന് നമ്മൾ നടിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില തെറികളും തെറി പ്രയോഗങ്ങളും ഒക്കെ വരുന്നത്. പുരോഗമനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ തെറി പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ പുരോഗമനം എന്ന് പറയുന്നത് പോളിഷ്ഡായ ഒരു സൊസൈറ്റിയാണ് കാണിക്കുന്നത്. എന്നാൽ കേരളത്തിൽ പുരോഗമനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തെറി പറയുകയും നടു റോഡിൽ ഇറങ്ങി ചെയ്യരുതാത്ത കാര്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് പുരോഗമനമാണെന്നും പുരോഗമനവാദികളാണ് അത്തരത്തിലുള്ളവരെന്നും അല്ലാത്തവരെല്ലാം വളരെ മോശക്കാരാണെന്നും ഒരു അർത്ഥമുണ്ടാകുന്നു. നമ്മളിപ്പോ പാശ്ചാത്യ സൊസൈറ്റിയൊക്കെ അനുകരിക്കുന്നവരാണ്. പാശ്ചാത്യ സൊസൈറ്റിയിലൊക്കെ ഏറ്റവും പോളിഷ്ഡായി സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരാണ് പുരോഗമിച്ച ആൾക്കാരെന്ന്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? ഇതിന് പല തലങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇതിൽ അഫക്റ്റീവ് തിയറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. സൈക്കോളജിയിൽ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അഫക്റ്റീവ് തിയറി. അഫക്റ്റീവ് തിയറിയാണ് അഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഫക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നത്. കാരണം ഈ അഫക്റ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ, ബാക്കിയുള്ള കാര്യങ്ങളുടെ ബഹിസ്ഫുരണമാണ് അയാളുടെ ഭാഷ. ചിലപ്പോൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നു, ചിലപ്പം വായു, നമ്മൾ ദുഷിച്ച വായു ഉള്ളിൽ കെട്ടിക്കിടക്കും. അത് അധോവായുവായിട്ട് പുറത്തു വരും. അത് അധോവായു വെളിയിൽ കളയുന്ന ആൾക്കൊരു ആശ്വാസം, കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് ഒരു ദുഷിച്ച ഗന്ധം വരും. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അതൊന്നും ഉണ്ടാകുന്ന ഒരു ബഹിസ്ഫുരണമാണ്, അവരുടെ ട്രോമയുടെ ബഹിസ്ഫുരണമാണ് ഈ നമ്മൾ നികൃഷ്ടമാണ് എന്ന് കരുതുന്ന ഭാഷ എന്നൊരു വ്യാഖ്യാനവും ഉണ്ട്. കാരണം ഇതില് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാല് അർവാണി, മയിര് എന്നുള്ളത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അർവാണി എന്നുള്ളൊരു കാര്യം, ഒരു സ്ത്രീയെ ഒരു അർവാണി എന്ന് വിളിച്ച ട്രാൻസ്ജെൻഡറിനെ വിളിക്കുന്ന ഒരു പദമാണ് അർവാണി എന്നുള്ളത്. പലപ്പോഴും തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ തന്നെ ഞാൻ അർവാണി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറയുക തന്നെ ചെയ്യുകയാണെങ്കിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കേരളത്തിൽ വന്ന് പറയുകയാണെങ്കിൽ അർവാണി, മയിരെന്നൊക്കെ പറഞ്ഞ് ദുഷിച്ച തെറിയാണ്. ഇപ്പൊ പല ഗ്രാമ്യ ഭാഷകളും അത് പറഞ്ഞു വരുമ്പോൾ സംസ്കൃതീകരിച്ച മണിപ്രവാളത്തിൽ പറയുമ്പോൾ അത് തെറിയായിട്ട് വരും. അങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ട്, അങ്ങനെ ഒരു വശമുണ്ട് ഇതിന്. ചില സ്ഥലങ്ങളിൽ ഇപ്പോ തിരുവനന്തപുരത്തൊക്കെ ഈ കഴപ്പ് എന്ന് പറയുന്നത് തെറിയല്ല, നെടുമങ്ങാട് ഭാഗത്തൊക്കെ. പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെങ്ങന്നൂരൊക്കെ ഭയങ്കര തെറിയാണ്. കഴപ്പ് എല്ലായിടത്തും തെറി തന്നെയാണ്. പക്ഷെ മടി എന്നൊരർത്ഥം നെയ്യാറ്റിങ്കര ഭാഗത്തുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് മടി എന്ന അർത്ഥമാണ്. പക്ഷെ മറ്റ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സെക്ഷൽ അർജുനാണ് ഇങ്ങനെ ഈ വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കൽ ഭയങ്കര വഴക്കുണ്ടാകാനുള്ള റീസൺ, എന്റെ ജീവിതത്തിൽ ഞാൻ വഴക്കുണ്ടാക്കാനുള്ള റീസൺ കൂടി ആയിട്ടുണ്ട് അങ്ങനെ ഒരു വാക്കിന്റെ പ്രയോഗം. അപ്പൊ ചില സ്ഥലങ്ങളിൽ തെറിയായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഭാഷയുടെ പ്രയോഗം ഉണ്ട് എന്നുള്ളത് ഭാഷാ പ്രയോഗത്തിൽ അത് അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. ഇപ്പോ കോഴിക്കോട് മരിച്ചിനി അല്ലെങ്കിൽ കപ്പയെ വിളിക്കുന്ന ഒരു പദമുണ്ട്. അത് തിരുവനന്തപുരത്ത് വരുമ്പോൾ അതൊരു സ്ത്രീയുടെ ജനേന്ദ്രത്തെയാണ് അത് പറയുന്നത്. അപ്പൊ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. പല ഭാഷ, പല ദേശം അനുസരിച്ച് മാറി വരുന്നു. ചില സ്ഥലത്ത് തെറി, ചില സ്ഥലത്ത് ശുദ്ധമായ ഒരു പദമാണ്. അപ്പൊ അങ്ങനെ ഒരു വശമുണ്ട്. സംസ്ഥാന ഭാഷയിൽ പറഞ്ഞു പോകുന്ന ചിലപ്പോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പോകുന്ന തെറിക്കപ്പുറം ഒരു സിനിമയിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ? ഇപ്പൊ പല തെറികളും കോളേജുകളിലും മറ്റും നമ്മൾക്ക് സാധാരണഗതിയിൽ തെറി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ പുതിയ തലമുറയിൽ തേപ്പ് എന്ന വാക്കിന് പകരമൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വലിയ തെറിയാണ്. നമ്മുടെ കാലത്തുണ്ടായിരുന്ന വലിയ തെറികളാണ്. ഇപ്പൊ അതിനൊരു ജനറലൈസ്ഡ് സ്വഭാവം വന്നിരിക്കുന്നു. ഒരുപക്ഷെ ആർക്കും ഇതൊക്കെ ഉപയോഗിക്കാം എന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. പുരോഗമന സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള തെറികൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതൊരു ഫ്രസ്ട്രേഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഈ തെറി പറഞ്ഞ് ഞാൻ പറയുന്നത് മെന്റലി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷെ തെറി പറഞ്ഞ് ഒരാളെ ഏതെങ്കിലും രീതിയിൽ താഴ്ത്തി കെട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലല്ലോ. നമുക്ക് മറുപടി പറയാൻ നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിയുമ്പോൾ എന്തിനാണ് ഈ തെറി പറഞ്ഞുകൊണ്ട് ആൾക്കാർ രംഗത്ത് വരുന്നത്? പുഴുത്ത തെറിയെ നോർമലൈസ് ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ ചുരുളി എന്ന സിനിമ ചില ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി മാത്രമാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അതല്ലാത്തൊരു സമൂഹത്തിൽ ഇറക്കി വിടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക്
എന്റെ മക്കളോടൊപ്പം പോകാൻ പറ്റില്ല, എന്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ ആസ്വദിച്ചു വരും. അപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ ചുരുളി ചില സ്ഥലങ്ങളിൽ അത് ഓക്കെയാണ്, ആപ്ലിക്കബിൾ ആണ്. ഈ ചുരുളിയെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയും നമ്മുടെ കുഞ്ഞു മക്കൾ അതിന്റെ ക്ലിപ്പുകളെടുത്ത് പറത്തുകയും ചെയ്യുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പല രീതിയിലുള്ള വാദഗതി വരും. പക്ഷെ അതിന്റെ പിന്നണിയിലും മുന്നിലും ഒക്കെ ഉണ്ടായിരുന്ന അഭിനേതാവായ വ്യക്തി തന്നെ അതിന് പ്രശ്നമുണ്ടെന്ന് മുന്നിൽ വന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ടി വരും, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. പക്ഷെ ഈ അഭിനേതാക്കളെ ഈ പലപ്പോഴും പൈസ വാങ്ങിച്ചുകൊണ്ട് അഭിനയിക്കും, അതിനുശേഷം വീണ്ടും വിചാരം നടത്തുകയും ചെയ്യുന്നവരാണ്. ഇപ്പോ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കേട്ട ഒരു കാര്യം, ദിലീപിന്റെ ഒരു സിനിമ വരുമ്പോ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് വന്നിരുന്ന് പറയുന്നു, ഞാൻ ആ സിനിമ കാണുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് അവർ ഡബ് ചെയ്തിട്ടുണ്ട്, പണം വാങ്ങി ആ സിനിമയ്ക്ക് ഡബ് ചെയ്തത് അവരാണ്. അപ്പോ അതിൽ നിന്നും ഇവർക്കൊരു ഇരട്ട നിലപാടുള്ളതായിട്ട് തോന്നുന്നു. ഇപ്പൊ ജോജു പൈസ വാങ്ങിയ ശേഷമാണ് അഭിനയിച്ചത്. അന്ന് ഈ സിനിമ വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, ഇവിടുത്തെ പുരോഗമനവാദികളുടെ ഇടയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പല പുരോഗമനത്തിന്റെ ആദ്യപടിയായി സ്ത്രീകളെ കൊണ്ട് തെറി പറയിപ്പിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ കള്ളുപിടിച്ച് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുക എന്നൊക്കെ ഉള്ളതാണ് ഈ പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് നടന്ന കുറച്ച് അല്പോസ്പ്രധാനികളായി റോഡിൽ ഇറങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് പുരോഗമനം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പുരോഗമനത്തിന്റെ ഭാഗം എന്ന രീതിയിൽ അന്ന് വാഴ്ത്തി പാടപ്പെട്ടൊരു സിനിമയാണ് ചുരുളി. പക്ഷെ ഇന്ന് ജോജു അതിനെ തള്ളി പറയാൻ ജോജുവിന്റെ മകൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും വലിയ തെറിയുള്ള സിനിമയിലാണ് അഭിനയിച്ചതെന്ന് അപ്പോഴാണ് വീണ്ടും വിചാരം ഉണ്ടായതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമൂഹത്തോട് തുറന്നു പറയുന്നതിന് പകരം തനിക്ക് പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചതെന്നാണ് ആദ്യം ജോജു പറഞ്ഞത്. അതിന് ശേഷമാണ് ഇപ്പോ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇയാൾ പണം തള്ളി എന്നതിന്റെ രേഖയുമായി വന്നിട്ടുള്ളത്. ഇതൊരു ഇരട്ടത്താപ്പുള്ളതെന്ന് തോന്നുന്നില്ലേ? അത് ഇരട്ടത്താപ്പ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് തന്നെയാണെന്നേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. ഈ തെറി നോർമലൈസ് ചെയ്യുന്ന സിനിമകൾ, റോൾ മോഡലുകളാവുന്ന മൈത്രേയൻ, റോൾ മോഡലാവുന്ന രശ്മി നായർ, റോൾ മോഡലാവുന്ന മറ്റ് പല ആൾക്കാര്, നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ മണിയാശാൻ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇതുപോലെ പല പദങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഗ്രാമീണ ഭാഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള റോൾ മോഡൽസ് നമ്മുടെ സമൂഹത്തിനെ എങ്ങോട്ട് നയിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതും അതിനെപ്പറ്റിയാണ് ചർച്ച നടക്കേണ്ടത്. അതിൽ നിന്നും വഴിമാറി ജോജു ജോസഫിന്റെ പ്രതിഫലത്തിൽ മാത്രം ഒതുങ്ങരുത് ഇത്തരം കാര്യങ്ങൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇപ്പൊ അങ്ങനെയുള്ള ഞാൻ പറയുന്നത്, സിനിമയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സിനിമയുടെ സെൻസർ ബോർഡോ, ഇതിപ്പോ എനിക്കൊന്നും സെൻസർ ചെയ്തിട്ടില്ല, OTT-ലൊക്കെ റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് സെൻസർ ആവശ്യമില്ല. അപ്പോ സെൻസർ ബോർഡിന് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ തീർച്ചയായിട്ടും ഇതിനൊരു നിയമം ഉണ്ടാകും. തിയേറ്റേഴ്സിലുണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. സെൻസർ ബോർഡ് വലിയ ആണെങ്കിൽ അത് മുഴുവൻ ബീപ് ശബ്ദം അടിച്ചിട്ടല്ലേ കേൾക്കാൻ പറ്റും. അത്ര വൃത്തിയിട്ട സിനിമ ആയതെന്നാണ് ഞാൻ മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും പ്രൊമോട്ട് ചെയ്തവരാണ്. അങ്ങനെയാണെങ്കിൽ OTT സെൻസറിങ് വേണ്ട. അതായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഫിലിം ഫെസ്റ്റിവൽ കാണിച്ചപ്പോൾ അത് സെൻസർ ചെയ്തിട്ടുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ ഒന്നും സെൻസർ ചെയ്യില്ല. ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇപ്പൊ എവിടെയോ കേട്ടത്. സെൻസർ ചെയ്യണം നിർബന്ധമില്ല. സെൻസർ ചെയ്ത സിനിമകളല്ല ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധമില്ല സെൻസർ ഒരുപക്ഷെ അത്രയും ഒരുപക്ഷെ പ്രശ്നമായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ സിനിമ മാത്രം സെൻസർ ചെയ്യാൻ തോന്നിയത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സിനിമകൾ ഏറ്റവും എളുപ്പം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പൊ പല സിനിമകൾ ഇറങ്ങിയപ്പോ പല കുട്ടികൾ, സൂര്യപുത്രയ്ക്ക് ഇറങ്ങിയ കുട്ടികൾ ഇറങ്ങി ഓടിപ്പോയി ഒളിച്ചോടി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സിനിമകളും കുട്ടികളെ സ്വാധീനിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, സിനിമ പോലൊരു മാധ്യമത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട. ശ്രീധ പറയുന്നത് വളരെ ശരിയാണ്. കാരണം എന്താ പറഞ്ഞാല് സിനിമ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. ദൃശ്യത്തിന് ശേഷം നടന്ന കൊലപാതകങ്ങൾ, മാർക്കോ ഉണ്ടാക്കിവിട്ട വയലൻസ്, മാർക്കോ വലിയ വയലൻസ്, ഭയങ്കര നമ്മൾ ഞെട്ടിപ്പോയ ഒരു വയലൻസ് മൂവിയാണ്. അതിപ്പോ ഒരുപാട് ഉണ്ണിമൂന്നൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് മാത്രം അത് മൂടി വയ്ക്കാൻ പറ്റില്ല. ഒരു വയലൻസ് സിനിമ തന്നെയായിരുന്നു മാർക്കോ. അത് മാത്രമല്ല, നമ്മൾ കാണാതെ പോയത്, നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിലൊരു നല്ല ശതമാനം ചെറുപ്പക്കാരും ഈ തോള് ചരിഞ്ഞാണ് നടക്കുന്നത്. മദ്യപാന ശീലങ്ങളിൽ പോലും, മയക്കുമരുന്നല്ല, മദ്യപാന ശീലങ്ങളിൽ പോലും ലാലേട്ടന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കാരണം മദ്യപിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നീ താഴെ വീഴുന്നവരെ കുടിക്കണമെന്നാണ് അദ്ദേഹം സിനിമകളിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പൊ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടന്റ് സെൻസർ ബോർഡ് കൃത്യമായിട്ട് ഇടപെടുകയും യോഗ്യമായിട്ടുള്ള രീതിയിൽ, കൃത്യമായിട്ടുള്ള രീതിയിൽ അത്
പരിശോധിച്ച് പുറത്തുവിടാനുള്ള സംവിധാനം അതിന് കാര്യം ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത കാലത്ത് പറഞ്ഞൊരു സിനിമ മയക്കുമരുന്നിന് MDMA പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഒമർ ലുലുവിന്റെ സിനിമ. അവസാനം അത് പിൻവലിക്കേണ്ടി വന്നു ആ സിനിമ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വളരെ കുട്ടികളൊക്കെ വന്നിട്ട് MDMA എന്നൊന്നും പറയുന്നതിന് പിള്ളേർക്കൊരു യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കുട്ടികൾ മറ്റുള്ളവർ മുന്നിൽ വെച്ച് ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാനും ഒക്കെയുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ രാസലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. നമുക്കറിയാം ഇടുക്കി ഗോൾഡ് സിനിമ വന്ന ശേഷം ഒരുപാട് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് ഒക്കെ വരുന്നത്. അതിനുശേഷമാണ് രാസലഹരി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കേരളത്തിൽ ചർച്ച പോലും ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഒരുപാട് കുട്ടികൾ, ഇപ്പൊ നമുക്കറിയാം ഏതാണ്ട് ഒരു 80% കുട്ടികൾ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെന്ന് പറയാം. അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പോ ഈ സിനിമ വലിയ രീതിയിൽ സ്വാധീനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടത്. സിനിമ മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽസ് പോലും സ്വാധീനിക്കാം. കാരണം മൈത്രേയൻ എന്ന് പറയുന്ന പുതിയ റോൾ മോഡൽ, പുതിയ വിപ്ലവകാരി, അദ്ദേഹം പല കാര്യങ്ങളും ഒളിച്ചു കിടത്തുന്നുണ്ട്. അർദ്ധ സത്യങ്ങൾ ഒളിച്ചു കിടത്തുന്ന ഒരു വിദഗ്ധനാണ് അദ്ദേഹം. കാരണം എന്താ വെച്ചാൽ MDMA നിയന്ത്രണത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം MDMA കൃത്യമായിട്ട് വിമർശിക്കാതെ താളം ചവിട്ടി പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ടിപ്പിക്കൽ മലയാളിയുടെ രീതിയിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു പുച്ഛമാണ് എല്ലാവരും. ഒരു വിഭിന്നമായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെയൊക്കെ തനിക്ക് എന്തറിയാം, താൻ പഠിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ MDMA എന്ന് പറയുമ്പോൾ ബേസിക്കലി MDMA ന്യൂറോ കെമിക്കൽസ് ആയിട്ടുള്ള ഡോപ്പമൈനെയും സെറോട്ടോണിനെയും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഡോപ്പമൈനും സെറോട്ടോണിനും കൂടുതലുണ്ടായ പ്രശ്നമല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് വൻ രീതിയിൽ അളവറ്റ് ഡോപ്പമൈനും സെറോട്ടോണിനും ഉപയോഗിക്കുകയും അങ്ങനെ ഒരു രീതി അതിന് വേണ്ടിയിട്ട് മാത്രം, അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ച് വരുമ്പോൾ ശരീരത്തിന് ഇത് ഈ രണ്ട് ന്യൂറോ കെമിക്കൽസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കാനുള്ള കഴിവ് നശിക്കുകയാണ്. അങ്ങനെ അത് വളരെ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അത് പറയേണ്ടി വന്നാൽ നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതിൽ സിനിമാക്കാർ മാത്രമല്ല, ഈ സ്വയം പ്രഖ്യാപിത മെസ്സിഹാമാര്, മൈത്രേയനെ പോലുള്ള ആൾക്കാര്, ഈ രാഹുൽ ഈശ്വർ, മൈത്രേയൻ, രശ്മി നായർ, അങ്ങനെ ഒരുപാട് റോൾ മോഡൽസ്, നമുക്ക് പുത്തൻ റോൾ മോഡൽസ് ഉണ്ട്. ഇവര് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങോട്ട് നയിക്കും എന്നുള്ള കാര്യത്തില് ആശങ്കപ്പെടേണ്ടതാണ് ജനുവിനായിട്ട്. ഈ തെറിയെ പറ്റി പറയുമ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഭരണയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ വരുന്നത്. ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള തെറി ഉപയോഗിക്കാമോ എന്നതിനെ സംബന്ധിച്ച് പോലും ചില വാദഗതികൾ പുറത്തു വരുന്നത്. അതിനെക്കുറിച്ചായിട്ട് കൊടുങ്ങല്ലൂർ തെറിപ്പാട്ടിനെ പറ്റി കുറെ തിയറിയുണ്ട്. അതായത് ഈ ചരിത്രകാരന്മാർ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് അതൊരു ബുദ്ധ ജൈന ക്ഷേത്രമായിരുന്നു. അവിടെ നിന്ന് അവരെ ആട്ടിപിടിക്കാൻ വേണ്ടി അവിടുത്തെ പ്രാദേശികരായിട്ടുള്ള ഗോത്രവർഗ സ്വഭാവമുള്ള പ്രാദേശികരായിട്ടുള്ള ആൾക്കാർ തെറി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു വാദം. പിന്നെ രണ്ടാമത്തെ വാദം എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ കാവ് തീണ്ടലുമായിട്ടനുബന്ധിച്ച് അവിടുത്തെ മറ്റുള്ള ആൾക്കാർ, കാരണം പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു ദിവസം വരുമായിരുന്നു. അപ്പൊ അവരുടെ ഭാഷ കൊണ്ട്, അവരുടെ ഭാഷയിലൂടെ അവര് എന്താ പറയുന്നത് സംവദിച്ചു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറുവാണി മയില് ഇവിടെ വരുമ്പോൾ തെറിയാണ്. അപ്പൊ അതുപോലെ സംസ്കൃത പദങ്ങൾ നമ്മൾ ദേവിയെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദേവിയുടെ മുലകളെ പ്രകീർത്തിക്കുന്നുണ്ട്, യോനിയെ പ്രകീർത്തിക്കുന്നുണ്ട്, തുടകളെ പ്രകീർത്തിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അതിന്റെ കൊളോക്കിയൽ മലയാളം വരുമ്പോൾ അതൊരു പ്രശ്നമാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ കൂടെയാണ് വന്നത്. അതിലും നമ്മള് അത്ര ഒഫൻഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഭാഷയുടെ പ്രശ്നമാണ് പ്രശ്നം എന്നും പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ തെറി ഉണ്ടായത് അങ്ങനെയാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സംസ്കൃതത്തിൽ ദേവിയെ പ്രകീർത്തിച്ച ഒരു കാര്യം പറയുമ്പോൾ, ദേവിയുടെ മുലകളെയും തുടകളെയും പ്രകീർത്തിക്കുമ്പോൾ അത് ഓക്കെയാണ്. അല്ല, അത് അതിന്റെ ഒരു പക്ക കൊളോക്കിയൽ പദത്തിൽ പ്രകീർത്തിക്കുമ്പോൾ അവിടെയും പ്രകീർത്തനമാണ് നടക്കുന്നത്. മനസ്സിലായി? അപ്പൊ അത് ഒരു തെറ്റായിട്ട് ഉള്ള ഒരു വിവക്ഷ, അതാണ് തെറ്റ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ കൊടുങ്ങല്ലൂർ സംഭവിച്ചത് ഈ പറയും പോലെ ഗ്രാമ്യ ഭാഷയെ മാണിപ്രവാള മലയാളം കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്തപ്പോൾ ഉള്ള പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെ ഒരു വാദമുണ്ട്. കാരണം ശുദ്ധമായിട്ടുള്ള മലയാളത്തിൽ നോക്കുമ്പോൾ ഈ പദങ്ങളൊക്കെ തെറിയാണ്. അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ സ്വഭാവമുള്ള ഒരു ജനവിഭാഗത്തിന്റെ അവിടുത്തെ ആരാധന അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന ജനവിഭാഗത്തിന്റെ ഭാഷ അതല്ലായിരിക്കും. അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് തെറിയായിട്ട് തോന്നും. അവരും പ്രകീർത്തിക്കുകയാണ് ദേവിയെ അവരുടേതായ ഭാഷയിൽ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വാദം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നുണ്ടെന്നല്ല, അത് പറഞ്ഞതാണ്, കാര്യം പറഞ്ഞു പോയെന്നേ ഉള്ളൂ.